Hello everyone, good morning to you all. So, in this video, we are looking to the remaining areas that we have taken from art, truth, and politics by Harold Pinter. As we know, it's Pinter's Nobel lecture. So, let's go to the text right now. So, we have already covered the introduction part for this particular portion. Now, we have to begin with its first line. So let's move. So in 1958 I wrote. ഓതർ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ 958 ഞാനൊരു കാര്യം എഴുതി എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം 958 അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. There are no hard distinctions between what's real and what's unreal, nor between what's true and what's false. അപ്പോൾ അദ്ദേഹം പറയുന്നത് സത്യം, വാസ്തവം എന്താണ് അല്ലെങ്കിൽ അസത്യം എന്താണ്, ഇതൊന്നും തിരിച്ചറിയാൻ പ്രത്യേക രീതികളൊന്നും നമുക്ക് ഇല്ല. അതുപോലെ തന്നെ വാസ്തവം, റിയാലിറ്റി എന്താണ്, അതുപോലെ അവാസ്തവം, അൺറിയാലിറ്റി എന്താണ്, സോ യാഥാർത്ഥ്യം എന്താണ്, യാഥാർത്ഥ്യമല്ലാത്തത് എന്താണ്, ഇതൊന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക രീതികളൊന്നും തന്നെ നമുക്ക് ഇല്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. 958 അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യം ഇതായിരുന്നു. A thing is not necessary either true or false. It can be both true and false. അപ്പോൾ അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്, ഒരു കാര്യം അതെന്തായിരിക്കാം, സത്യമോ അല്ലെങ്കിൽ അസത്യമോ ആയിരിക്കണമെന്നില്ല. അത് എന്തുമാവാം. ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ അത് സത്യമായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു കാര്യം യാഥാർത്ഥ്യമാവാം, ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കില്ല, മിഥ്യയായിരിക്കാം, ജസ്റ്റ് ഇമാജിനേഷൻ ആയിരിക്കാം. സോ അദ്ദേഹം പറഞ്ഞു വരുന്നത് സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, അസത്യം എന്താണ്, യാഥാർത്ഥ്യം അല്ലാത്തത് അത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക സ്കെയിലൊന്നും ഇല്ല. അത് മനുഷ്യൻ്റെ ഒരു ഇൻ്റലിജൻസ്, മനുഷ്യൻ്റെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിധേയമാണ് ഇതെല്ലാം. തിരിച്ചറിയലുകളെല്ലാം തന്നെ ഓരോരോ മനുഷ്യർക്ക് വിധേയമാണ്. സോ അതിന് നമുക്ക് പ്രത്യേക രീതികളൊന്നും തന്നെ ഇല്ല, അത് ഓരോ മനുഷ്യരിൽ ഡിഫറൻ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇദ്ദേഹം ഇത് പറഞ്ഞു വരുന്നത് മറ്റു കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം സത്യം എന്താണ്, അസത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, യാഥാർത്ഥ്യമല്ലാത്തത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് മറ്റൊരുപാട് കാര്യങ്ങൾ റീഡേഴ്സിന് അല്ലെങ്കിൽ ലോകത്തോട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ആസ് എ റൈറ്റർ ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ സെഡ് എബോവ്, ബട്ട് ആസ് എ സിറ്റിസൺ ഐ കാൺട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 958 ഞാൻ എഴുതിയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റും, ഞാനതിനോട് യോജിക്കുന്നു 100%. പക്ഷേ ഒരു പൗരൻ, ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് എ സിറ്റിസൺ മസ്റ്റ് ആസ്ക് വാട്ട്സ് ട്രൂ, വാട്ട്സ് ഫാൾസ്, എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സിറ്റിസൺ, ഒരു പൗരൻ ചോദിച്ചിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പൗരൻ ചോദിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്താണ് നടക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ട്രൂത്ത് ഇൻ ഡ്രാമ ഈസ് ആൾവേസ് എല്യൂസീവ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡ്രാമയിലോട്ട് വരുന്ന സമയത്ത്, അദ്ദേഹം ഒരു ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു, ഒരു നാടകകൃത്തായിരുന്നു. അപ്പോൾ ഡ്രാമയിലോട്ട് വരുന്ന സമയത്ത് സത്യം എന്നുള്ളത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല, കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റത്തില്ല, നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രാമയിലോട്ട് വരുന്ന സമയത്ത് യു നെവർ ഫൈൻഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് കമ്പൾസീവ്. ഡ്രാമയിൽ നമുക്കൊരിക്കലും സത്യം കണ്ടെത്താനും കഴിയത്തില്ല. The search is your task. Sometimes you stumble upon some image of it. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡ്രാമ നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രാമ നമ്മൾ കാണുന്ന സമയത്ത് സത്യം അതിലൂടെ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. പക്ഷേ പല സമയത്തും സത്യം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല.
പക്ഷേ സത്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും നമ്മൾ ചിലപ്പോൾ കണ്ടേക്കാം. സത്യം പോലത്തെ പലതിനെയും നമ്മൾ കണ്ടുമുട്ടിയേക്കാം. ഇതാണ് സത്യം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്രാമ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ മോഡേൺ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഒരു ഫിലിം കാണുന്ന സമയത്തോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നതായിരിക്കും ഇതിൽ സത്യമെന്ന് നമ്മൾ ഊഹിക്കും, പക്ഷേ അതായിരിക്കില്ല സത്യം. അപ്പോൾ അദ്ദേഹം ഈ സത്യത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു സ്പീച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ് ദർ ഈസ് നെവർ എനി സച്ച് തിങ് ആസ് വൺ ട്രൂത്ത് ടു ബി ഫൗണ്ട് ഇൻ എ ഡ്രാമാറ്റിക് ആർട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഡ്രാമാറ്റിക് ആർട്ട്, ഡ്രാമ എന്നുള്ള ഒരു ആർട്ടിസ്റ്റിക് ഫോം, ആ ഒരു കലാരൂപത്തിൽ ഒരിക്കലും ഒരു സത്യം മാത്രമല്ല, ഒരുപാട് സത്യങ്ങളുണ്ടാവും. പല സത്യങ്ങൾ നമുക്ക് ഡ്രാമയിലൂടെ കാണാൻ പറ്റും. ദർ ആർ മെനി ട്രൂത്ത്സ്, ഒരുപാട് സത്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ദേ ചലഞ്ച് ഈച്ച് അതർ, റിക്കോയിൽ ഫ്രം ഈച്ച് അതർ, റിഫ്ലക്റ്റ് ഈച്ച് അതർ, ഇഗ്നോർ ഈച്ച് അതർ, ടീസ് ഈച്ച് അതർ, ആർ ബ്ലൈൻഡ് ടു ഈച്ച് അതർ. സോ ഇങ്ങനെയുള്ള സത്യങ്ങൾ, ഒരു സത്യം മറ്റൊരു സത്യത്തെ വെല്ലുവിളിക്കുന്നുണ്ടാവാം, ഒരു സത്യം മറ്റൊരു സത്യത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ചില സമയത്ത് ഒരു സത്യം മറ്റൊരു സത്യത്തിൽ പ്രതിഫലിച്ചു കാണാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു സത്യം മറ്റൊരു സത്യത്തെ കളിയാക്കുന്നതായിട്ട്. സോ അദ്ദേഹം ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് സത്യത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം, നമുക്കൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ ഡ്രാമ വായിക്കുന്ന സമയത്തോ ഫിലിം കാണുന്ന സമയത്തോ അതിലുള്ള ട്രൂത്ത് എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. Then these are blind to each other. Sometimes you think you have it, but then it slips away and it lost. അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും, ഐ ഹാവ് ഫൗണ്ട് എ ട്രൂത്ത് ഇൻ ദിസ് റീഡിങ്, ഈ ഒരു റീഡിങ്ങിൽ ഞാനൊരു സത്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്തോറും അത് നമ്മളിൽ നിന്ന് അകന്ന് പോകുന്നു, നമ്മളുടെ കയ്യിൽ നിന്ന് അത് വഴുതി നഷ്ടപ്പെടുന്നു എന്നാണ് ഹാറോൾഡ് പിൻറ്റർ പറയുന്നത്. സോ അദ്ദേഹം ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അമേരിക്കയുടെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങോട്ട് നമുക്ക് വരാം. ഓക്കെ, സോ ലാംഗ്വേജ് ഇൻ ആർട്ട് റിമൈൻസ് ഹൈലി ആംബിഗസ്. അപ്പോൾ കലാരൂപങ്ങളിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഡ്രാമയിലോ നോവലൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹൈലി ആംബിഗസ് ആണ്. നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്കത് ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം, ഇന്നതാണ് ഇതിൻ്റെ മീനിങ്, ഇന്നതാണ് ഇതിലൂടെ പറയുന്ന സത്യം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദ ലാംഗ്വേജ് ഓഫ് ആർട്ട് ഈസ് ആൾവേസ് ആംബിഗസ്, ബട്ട് ദ സെർച്ച് ഫോർ ട്രൂത്ത് ക്യാൻ നെവർ സ്റ്റോപ്പ്. എന്ന് വെച്ച് നമുക്ക് സത്യത്തെ തേടിയുള്ള അന്വേഷണം ഒരിക്കലും നിർത്താൻ പറ്റില്ല. അതൊരിക്കലും നിലയ്ക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ്, അതൊരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് നീട്ടി വെക്കാനൊന്നും പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ബി ഫേസ്ഡ് ഓൺ ദ സ്പോട്ട്. കറക്റ്റ് ഏറ്റവും ഉടനെയുള്ള സമയത്ത് തന്നെ, ഏറ്റവും അടുത്തുള്ള സമയത്ത് തന്നെ നമുക്ക് സത്യവുമായിട്ട് കണ്ടുമുട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ സത്യം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. So let's move to the another paragraph. Political theatre gives an entirely different set of problems. Sermonizing should be avoided at all cost. Objectivity is essential. Characters must be allowed to breathe their own air. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ഒരു പാരഗ്രാഫിലോട്ട് വരുന്ന സമയത്ത് ഹാറോൾഡ് പിൻറ്റർ പറയുന്നത് പൊളിറ്റിക്കൽ തിയേറ്ററിനെ കുറിച്ചാണ്. പൊളിറ്റിക്കൽ ഡ്രാമയെക്കുറിച്ചാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള തീമുകൾ പ്രകടിപ്പിക്കുന്ന ഡ്രാമകളെക്കുറിച്ചാണ് ഹാറോൾഡ് പിൻറ്റർ പറയുന്നത്. എസ്പെഷ്യലി പൊളിറ്റിക്കൽ സറ്റയർസ്, ആക്ഷേപഹാസ്യങ്ങളെ പോലെയുള്ള ഡ്രാമകളെക്കുറിച്ചാണ് പിൻറ്റർ ഇവിടെ പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ തിയേറ്ററിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോർമൽ ഡ്രാമയിൽ കാണുന്ന പോലെയല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സെർമണൈസിങ് ഷുഡ് ബി അവോയ്ഡഡ് അറ്റ് ആൾ കോസ്റ്റ്. നമ്മളിങ്ങനെ ഉപദേശം കൊടുക്കുന്നത്, ഡ്രാമയിലൂടെ ഉപദേശം കൊടുക്കാറുണ്ട്, ഫിലോസഫിയിലൂടെയൊക്കെ. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യണം.
പൊളിറ്റിക്കൽ ഡ്രാമയിലോട്ട് വരുന്ന സമയത്ത് രാഷ്ട്രീയം ഒരു തീമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഡ്രാമയിൽ വരുന്ന സമയത്ത് അവിടെ ഒരിക്കലും സെർമണൈസിങ്, ഒരിക്കലും ഒരു കൗൺസിലിംഗ്, ഒരിക്കലും ഒരു ഉപദേശം അവിടെ ആപ്റ്റല്ല. സോ അത് എപ്പോഴും നമ്മൾ മാറ്റി നിർത്തണം. ഒബ്ജക്റ്റിവിറ്റി ഈസ് എസെൻഷ്യൽ. എപ്പോഴും നമ്മൾ നിഷ്പക്ഷമായിട്ടായിരിക്കണം അതിലുള്ള തീം അവതരിപ്പിക്കേണ്ടത്. നിഷ്പക്ഷമായിട്ട് എന്ന് പറയുമ്പോൾ ആരോടും കൂട്ട് പിടിച്ചിട്ട് ആർക്കു വേണ്ടിയിട്ടും ആയിരിക്കരുത്. ഒരു പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ഗുണം അതിൽ നിന്ന് കിട്ടണമെന്ന് കരുതിയിട്ട് ഒരു ഒബ്ജക്റ്റീവ് മൈൻഡിലായിരിക്കണം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ക്യാരക്ടർ മസ്റ്റ് ബി അലൗഡ് ടു ബ്രീത്ത് ദെയർ ഓൺ എയർ. അതുപോലെ തന്നെ ആ ഒരു ഡ്രാമയിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിന് അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള റോളുകൾ, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യാൻ അവർ അനുവദിക്കണം. ഓക്കെ, the author can't change them as he pleases. He can approach the characters from many angles, but he must give them freedom to go where they choose. അപ്പോൾ ഒരു എഴുത്തുകാരൻ കഥാപാത്രങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? എഴുത്തുകാരന് പല വീക്ഷണ കോണുകളിൽ നിന്നും പല ആംഗിളിൽ നിന്നും നോക്കിക്കാണാനൊക്കെ പറ്റും. പക്ഷേ എന്ത് ചെയ്യരുത്? അവരെ കൺട്രോൾ ചെയ്യരുത്. പൊളിറ്റിക്കൽ ഡ്രാമയിലോട്ട് വരുമ്പോൾ അതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിന് അവരുടെ വഴിക്ക് വിടണം. കാരണം പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയുന്നത് രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് അതിലുള്ള പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ കൺട്രോൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലോട്ടൊക്കെയാണ് പിൻഡർ ചിന്തിക്കുന്നത്. അമേരിക്ക ലോകത്തെ കൺട്രോൾ ചെയ്യാണ്, ലോകത്തിൻ്റെ രാഷ്ട്രീയത്തെ അമേരിക്ക കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെയാണ് പിൻഡർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, political satire adheres to none of these precepts. In fact, it goes against them and that its proper function. രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങൾ, ഐ മീൻ പൊളിറ്റിക്കൽ സറ്റയർസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സറ്റയറുകൾ, ആക്ഷേപഹാസ്യങ്ങൾ, രാഷ്ട്രീയം തീമായിട്ട് വരുന്ന, രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്ന ആക്ഷേപഹാസ്യങ്ങൾ, അങ്ങനെയുള്ള ഡ്രാമകൾ ഈ പൊളിറ്റിക്കൽ തിയേറ്ററിൻ്റെ നിയമങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല എന്നാണ് ആര് പറയുന്നത്? പിൻഡർ പറയുന്നത്. അത് മാത്രമല്ല നിയമങ്ങൾക്ക് എതിരെ പോവുകയും ചെയ്യുന്നു എന്നും കൂടി ആര് പറയുന്നുണ്ട്? പിൻഡർ പറയുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ്സ് പ്രോപ്പർ ഫങ്ഷൻ. അതാണ് അവരുടെ ജോലി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പണി അതാണ്. നിയമങ്ങൾക്കെതിരെ പോവാണ്. ഐ മീൻ അമേരിക്കയെക്കുറിച്ച് വീണ്ടും വീണ്ടും അദ്ദേഹം ഐറോണിക്കലി പറയാണ്, അമേരിക്ക എപ്പോഴും ലോകത്തിൻ്റെ ഒരു ധർമ്മം അതിനെതിരെയാണ് സഞ്ചരിക്കുന്നത്. ലോകത്തിൻ്റെ നിലനിൽക്കുന്ന സത്യത്തിനെതിരെയാണ് അമേരിക്ക എപ്പോഴും സഞ്ചരിക്കുന്നത്. തൊട്ടു ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ദ റീസൺ ഫോർ ഇൻവൈഡിങ് ഇറാഖ് വാസ് ദാറ്റ് ഇറ്റ് possessed WMD, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അമേരിക്കയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അമേരിക്ക ലോകത്തോട് ചില കാര്യങ്ങൾ സത്യമാണെന്ന് പറയുന്നു. കാലാന്തരങ്ങളിൽ ഒരുപാട് കാലം കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നു അമേരിക്ക എന്ന് പറഞ്ഞത് നുണയായിരുന്നുവെന്ന്. അപ്പം അങ്ങനെ അമേരിക്ക ഒരുപാട് നുണകൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്ക പറയുമ്പോഴേക്ക് ലോകം അത് സത്യമാണെന്ന് കരുതി ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങൾ. സോ അമേരിക്കയ്ക്ക് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ അമേരിക്ക ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു സ്പീച്ചിൽ അമേരിക്കയെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് ആര്? ഹറോൾഡ് പിൻഡർ. So let's have a look at this paragraph. The reason for invading Iraq was that it possessed WMD. ഇറാഖിനെ ആക്രമിച്ചതിൻ്റെ കാരണമായിട്ട് അമേരിക്ക പറയുന്നത്, ഇറാഖ് നമ്മൾക്കറിയാം അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചിട്ടുണ്ട് പല തവണ. അതിൻ്റെ കാരണമായിട്ട് അമേരിക്ക പറയുന്നത് അവരുടെ കയ്യിൽ WMD ഉണ്ടെന്നാണ്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. ഐ മീൻ ഒരുപാട് ആണവായുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സം ഓഫ് വിച്ച് കുഡ് ബി ഫയർഡ് ഇൻ 45 minutes ബ്രിങ്ങിങ് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ. 45 മിനിറ്റ് വരെ, 45 മിനിറ്റിനുള്ളിൽ തന്നെ ലോകത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള വലിയ വലിയ ആണവായുധങ്ങൾ ആരുടെ കയ്യിലുണ്ട്? ഇറാഖിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറാഖിനെ അമേരിക്ക ആക്രമിക്കാൻ തുടങ്ങുന്നത്. അമേരിക്ക പറയുന്നത് അതാണ്, അമേരിക്കയുടെ വാദം അതാണ്. വി വർ ടോൾഡ് ഇറ്റ് വാസ് ട്രൂ ബട്ട് ഇറ്റ് വാസ് നോട്ട് ട്രൂ. നമ്മളോട് അമേരിക്ക പറഞ്ഞിരുന്നത് അതാണ് ശരി, അതുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്നാണ്. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് സത്യമായിരുന്നില്ല എന്നുള്ളത്. We were told that Iraq had connections with Al-Qaeda and this had responsibility in the November 11 atrocity is in New York. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു നുണ അമേരിക്ക ലോകത്തോട് പറഞ്ഞത് ഇറാഖിന് അൽ-ഖ്വയ്ദയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 9/11 ആക്രമണത്തിൽ
വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ ഇറാഖിനും പങ്കുണ്ട്, കാരണം ഇറാഖിന് അൽ-ഖ്വയ്ദയോട് ഒരു പങ്കുണ്ട്, ചായ്വുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ ആ ആക്രമണത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇറാഖിനുണ്ട് എന്ന് കൂടി അമേരിക്ക ലോകത്തോട് പറഞ്ഞു. പക്ഷെ അതും എന്തായിരുന്നു? നുണയായിരുന്നു. വി വർ ടോൾഡ് ഇറ്റ് വാസ് ട്രൂ ബട്ട് ഇറ്റ് വാസിൻറ്റ്. ഹാറോൾഡ് പിൻഡറാണ് ഈ പറയുന്നത്. അതും അമേരിക്ക ലോകത്തോട് നുണ പറഞ്ഞതാണെന്നുള്ളത്. ദ ട്രൂത്ത് ഈസ് ടു ഡു വിത്ത് ഹൗ ദ US അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്സ് റോൾ ഇൻ ദ വേൾഡ് ആൻഡ് ഹൗ ഇറ്റ് ചൂസ് ടു ക്യാരി ഇറ്റ് ഔട്ട്. അപ്പോൾ അമേരിക്കയ്ക്കുള്ളൊരു ധാരണ, അമേരിക്ക എന്നുള്ള രാജ്യത്തിനൊരു ധാരണയുണ്ട്, അവർക്കൊരു വിഷനുണ്ട്, എന്ത് കാര്യങ്ങളാണ് അവർ ഈ ലോകത്ത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത്. അവർ അതിനു വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി അവർ എന്ത് നുണയും പറയും. സോ അവരവരുടെ ഒരു പ്ലാനുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവർ ലോകത്തോട് നുണ പറയുന്നു, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു. I want to have a look at the American foreign policy in the recent past after the end of World War II. Everyone knows what happened in the Soviet Union and throughout Eastern Europe during the post-war period. അപ്പോൾ ഹാറോൾഡ് പിൻഡർ പറയുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതിനുശേഷമുള്ള കുറച്ചു വർഷങ്ങളിൽ അമേരിക്കയുടെ വിദേശ നയം ഭയങ്കരമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് എനിക്കിവിടെ ഞാനൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക എടുത്തിട്ടുള്ള കുറേ ഫോറിൻ പോളിസീസ്, വിദേശ രാജ്യങ്ങളോടുള്ള കുറേ നയങ്ങൾ, അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഹാറോൾഡ് പിൻഡർ പറയുന്നത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയനിലും അതുപോലെ ഈസ്റ്റേൺ യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പിലും എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. കാരണം ഒരുപാട് ആക്രമണങ്ങളും ഒരുപാട് അടിച്ചമർത്തലുകളൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടും നടന്നിട്ടുണ്ട്. There were widespread atrocities and ruthless suppressions of independent thought. സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളെ അടിച്ചമർത്തുക, അവർക്കെതിരെ അക്രമം അയച്ചുവിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്വാഭാവിക സംഭവമായിട്ട് അന്നുണ്ടായിരുന്നു. All this has been fully documented and verified, but the US crimes were not recorded as or recognized as crimes. അപ്പോൾ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാക്രമിച്ചു, എന്തിനാക്രമിച്ചു, എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പേർക്ക് അവയവങ്ങൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റഡ് ആണ്. വിവരണങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം കൃത്യമായി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. But the US crimes were not recorded or recognized as crimes. പക്ഷേ അമേരിക്ക ചെയ്ത കുറ്റങ്ങളൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അമേരിക്ക എവിടെയൊക്കെ ആക്രമിച്ചു, എന്തിനാക്രമിച്ചു, കാരണമെന്താ, എത്ര ആൾ കൊല ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ റെക്കോർഡഡ് അല്ല. അമേരിക്കയ്ക്ക്, അദ്ദേഹം പറയുന്നത്, ഇറ്റ് സീംഡ് ആസ് ഇഫ് ദ US could do whatever it wanted. അമേരിക്കയ്ക്ക് തോന്നിയ പോലെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ലോകം ഇപ്പോൾ പോകുന്നത്. എന്തിനാണ് അമേരിക്കയെ ഇങ്ങനെ ഫ്രീ ആക്കി വിടുന്നത് എന്നാണ് ഹാറോൾഡ് പിൻഡർ ചോദിക്കുന്നത്. സോ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു സ്പീച്ചിലൂടെ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദോസ് അനദർ സെൻറ്റൻസസ് ലേറ്റർ. ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ ഡു ദ റിമൈനിങ് ഏരിയാസ്. സോ ഐ ഹാവ് ഗോട്ട് അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ഗോട്ട് എ പിക്ചർ about this speech. എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം സത്യം അസത്യം എന്നൊക്കെ വെച്ച് പറഞ്ഞ് തുടങ്ങിയത് തന്നെ അമേരിക്ക ലോകത്തോട് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളോട് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട്. So let's do it later. Okay, so if you have any confusions regarding to the portion that we have dealt right now, you should ask to me. Okay, anyway, bye.